മൊയ ഡിസീസ് എന്ന് പറയുന്നത് ഒരു ക്രോണിക് ആയിട്ടുള്ള പ്രോഗ്രസീവ് സെറിബ്രോ വാസ്കുലർ ഡിസീസാണ്. ക്രോണിക് എന്ന് പറഞ്ഞാൽ കുറേ നാൾ നീണ്ടു നിൽക്കുന്നതും ഓരോ സമയം കഴിയും തോറും അത് വേഴ്സൺ ആകുകയും ചെയ്യുന്ന നമ്മുടെ ബ്രെയിനിൻ്റെ ബ്ലഡ് സപ്ലൈക്ക് അഫക്റ്റ് ചെയ്യുന്ന ഡിസീസാണ്. ഇവിടെ മെയിനായിട്ടും നമ്മുടെ ബ്രെയിനിന് ബ്ലഡ് സപ്ലൈ ചെയ്യുന്ന മെയിൻ ആർട്ടറീസാണ് ഇൻറ്റേർണൽ കരോട്ടഡ് ആർട്ടറിയും അതിൻ്റെ ബ്രാഞ്ചസും. ഈ ബ്ലഡ് വെസൽസ് നാരോ ചെയ്യുകയും അങ്ങോട്ടുള്ള ബ്ലഡ് സപ്ലൈ കംപ്ലീറ്റ് ആയിട്ട് ബ്ലോക്ക് ആകുകയും ചെയ്യുന്ന കണ്ടീഷനാണ് മൊയ ഡിസീസ്. ഇവിടെ കംപ്ലീറ്റ് ആയിട്ട് ക്ലോസ് ആയതുകൊണ്ട് ബ്ലഡ് ബ്രെയിനിലേക്ക് എത്തത്തില്ല. പക്ഷെ നമ്മുടെ ബ്രെയിനിന് ബ്ലഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ട് തന്നെ ബ്രെയിൻ ഇതിനെ കോമ്പൻസേറ്റ് ചെയ്യാനായിട്ട് അടുത്തുള്ള ബ്ലഡ് വെസൽസിൽ നിന്നും ബ്ലഡ് എടുക്കാനായിട്ട് നോക്കും. അതിനെയാണ് നമ്മൾ കൊളാട്രൽ ബ്ലഡ് വെസൽസ് എന്ന് പറയുന്നത്. ഇതുപോലെ ടൈനി ആയിട്ട് ബ്ലഡ് വെസൽസ് അവിടെ നിന്ന് എടുക്കുന്ന ആ നെറ്റ്വർക്കിനെ നമ്മൾ സെറിബ്രൽ ആൻജിയോഗ്രാഫിയിലൂടെ നോക്കുമ്പോൾ ഒരു പഫ് ഓഫ് സ്മോക്ക് പോലെ കാണും. ഈ പഫ് ഓഫ് സ്മോക്കിനെ ജാപ്പനീസിൽ പറയുന്നത് മൊയ എന്നാണ്. അതുകൊണ്ടാണ് ഇതിനെ മൊയ ഡിസീസ് എന്ന് പറയുന്നത്. സോ ബേസിക്കലി മൊയ ഡിസീസ് എന്ന് പറഞ്ഞാൽ ബ്രെയിനിലേക്ക് ബ്ലഡ് സപ്ലൈ ചെയ്യുന്ന ഇൻറ്റേർണൽ കരോട്ടഡ് ആർട്ടറി അല്ലെങ്കിൽ അതിൻ്റെ ബ്രാഞ്ചസിലെ ബ്ലഡ് വെസൽസ് നാരോ ചെയ്ത് ക്ലോസ് ആകുമ്പോഴത്തേക്കും അങ്ങോട്ടുള്ള ബ്ലഡ് സപ്ലൈ ഉണ്ടാകാതെ വരികയും അതിനെ കോമ്പൻസേറ്റ് ചെയ്യാനായിട്ട് ബ്രെയിൻ തൊട്ടടുത്തുള്ള ഭാഗത്തു നിന്ന് ബ്ലഡ് എടുക്കുകയും ചെയ്യുന്നതിനെയാണ് നമ്മൾ മൊയ ഡിസീസ് എന്ന് പറയുന്നത്. അടുത്തത് എപ്പിഡമോളജി. മൊയ ഡിസീസ് എന്ന് പറയുന്നത് വളരെ റെയർ ആയിട്ടുള്ള ക്രോണിക് സെറിബ്രോ വാസ്കുലർ ഡിസീസാണ്. പക്ഷേ ഇത് കോമൺ ആയിട്ട് കാണുന്നത് ജപ്പാൻ, കൊറിയ, ചൈന എന്നീ സ്ഥലങ്ങളിലായിരിക്കും. ഇന്ത്യയിലും ഉണ്ട്, പക്ഷെ അത് വളരെ റെയർ ആണ്. അവിടുത്തെ ജെനറ്റിക്സ് ഒക്കെ കാരണം ആ ഏരിയയിലായിരിക്കും കൂടുതലായിട്ട് കാണുക. 2 ഏജ് ഗ്രൂപ്പിനാണ് മെയിനായിട്ട് ഇത് കൂടുതൽ കാണുന്നത്. കുഞ്ഞുങ്ങളിൽ 5 അല്ലെങ്കിൽ 10 വയസ്സുള്ള കുഞ്ഞുങ്ങളിൽ, 30 വയസ്സിന് മുകളിലുള്ള അഡൽട്ട്സിലുമാണ് കൂടുതലായിട്ടും മൊയ ഡിസീസ് കാണുന്നത്. ഫീമെയിൽസാണ് പ്രീഡോമിനൻ്റ് ആയിട്ട് കാണപ്പെടുന്നത്. അടുത്തത് എത്തിയോളജി എന്ന് പറഞ്ഞാൽ കോസസ്. എന്തുകൊണ്ടാണ് ഈ മൊയ ഡിസീസ് വരുന്നത്? ആദ്യത്തെ കാര്യം ഇഡിയോപ്പതിക്കാണ്. ശരിക്കുമുള്ള കാരണം എന്തുകൊണ്ടാണ് മൊയ ഡിസീസ് ഉണ്ടാകുന്നതെന്നുള്ള അതിൻ്റെ എക്സാക്റ്റ് റീസൺ എന്താണെന്ന് ഇതുവരെയായിട്ടും അറിയത്തില്ല. ഇഡിയോപ്പതിക്കാണ്. അതുകൊണ്ട് ഒരു കാരണവുമില്ലാതെ വരുന്ന മൊയ ഡിസീസിന് ട്രൂ മൊയ ഡിസീസ് എന്ന് പറയുന്നു. ഇനി സെക്കൻഡറി കോഴ്സ് വേറെ എന്തെങ്കിലും കണ്ടീഷൻ കാരണം, അതായത് വാസ്കുലർ ചേഞ്ചസ് കാരണം നമുക്ക് മൊയ ഡിസീസ്, അതായത് ഇൻറ്റേർണൽ കരോട്ടഡ് ആർട്ടറീസിന് നാരോയിങ് ഉണ്ടാകുകയാണെങ്കിൽ അതിനെ നമ്മൾ സെക്കൻഡറി ആയിട്ടുള്ള മൊയ ഡിസീസ് എന്ന് പറയും. അല്ലെങ്കിൽ മൊയ സിൻഡ്രം എന്നാണ് അതിനെ പറയുന്നത്. ഇത് വേറെ വാസ്കുലർ കണ്ടീഷൻസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഡൗൺ സിൻഡ്രോം, സിക്കിൾ സെൽ ഡിസീസ്, ക്രേനിയൽ റേഡിയോപ്പതി, അങ്ങനെയുള്ള പല വാസ്കുലർ ചേഞ്ചസ് കാരണം മൊയ പോലുള്ള ഡിസീസ് വരികയാണെങ്കിൽ അതിനെ നമ്മൾ മൊയ സിൻഡ്രോം എന്ന് പറയും. അല്ലെങ്കിൽ മേ ബി ഒരു ജനറ്റിക് ഫാക്ടേഴ്സ് കാരണമായിരിക്കും ചിലപ്പോൾ മൊയ ഡിസീസ് വരുന്നത്. ജപ്പാൻ, ചൈന പോലുള്ള ഈസ്റ്റ് ഏഷ്യൻ പോപ്പുലേഷനിൽ പ്രത്യേക മ്യൂട്ടേഷനിലുള്ള ജീനുള്ളവരിൽ കാണുന്നുണ്ട്. അതുകൊണ്ട് മേ ബി ജനറ്റിക് ഫാക്ടേഴ്സും ആകാം മൊയ ഡിസീസിൻ്റെ കാരണം. അടുത്തത് ടൈപ്സ് ആണ്. മൊയ ഡിസീസ് മുമ്പ് പറഞ്ഞതുപോലെ 2 ടൈപ്പാണുള്ളത്. പ്രൈമറിയും മൊയ സിൻഡ്രോമും. പ്രൈമറി എന്ന് പറഞ്ഞാൽ നമുക്ക് കാരണമൊന്നും അറിയത്തില്ല, ട്രൂ ആയിട്ട് ഒരു ഇൻഡക്ഷനും ഇല്ലാതെ, അതായത് ഒരു കണ്ടീഷനും ഇല്ലാതെ മൊയ ഡിസീസ് വരുന്നതിന് പ്രൈമറി മൊയ ഡിസീസ് എന്നും, മൊയ സിൻഡ്രോം എന്ന് പറഞ്ഞാൽ ഒരു സെക്കൻഡറി കണ്ടീഷൻ കാരണം, വേറൊരു വാസ്കുലർ ചേഞ്ചസ് കാരണം മൊയ പോലെ ബ്രെയിനിൻ്റെ ബ്ലഡ് സപ്ലൈ നാരോ ആകുന്നതിനെയാണ് നമ്മൾ മൊയ സിൻഡ്രോം എന്ന് പറയുന്നത്. അടുത്തത് പതോഫിസിയോളജി, അതായത് നമ്മുടെ ബോഡിയുടെ ഉള്ളിൽ എങ്ങനെയാണ് ഈ ഡിസീസ് വന്നത് എന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഭാഗമാണ് പതോഫിസിയോളജി. നമ്മൾ പറഞ്ഞു മൊയ ഡിസീസിൻ്റെ കാരണം എന്താണെന്ന് അറിയത്തില്ല, ഇഡിയോപ്പതിക്കാണ്. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാരണം നമുക്ക് ആ ഡിസീസ് വരുമ്പോൾ നമ്മുടെ ബ്രെയിനിലേക്ക് ബ്ലഡ് സപ്ലൈ ചെയ്യുന്ന ഇൻറ്റേർണൽ കരോട്ടഡ് ആർട്ടറിയുടെ ടെർമിനൽ, അതായത് എൻഡ് ഭാഗത്ത് നാരോയിങ് ഉണ്ടാകുകയും അങ്ങോട്ടുള്ള ബ്ലഡ് സപ്ലൈ ബ്ലോക്ക് ചെയ്യുകയും ചെയ്യും. അപ്പം ഇൻറ്റേർണൽ കരോട്ടഡ് ആർട്ടറിയുടെ ബ്രാഞ്ചസ് ആയിട്ടുള്ള ആൻറ്റീരിയർ സെറിബ്രൽ ആർട്ടറിയും മിഡിൽ സെറിബ്രൽ ആർട്ടറിയും ഇതിനെല്ലാം നാരോ ആകുകയും ചെയ്യും. അങ്ങനെ വരുമ്പോൾ ബ്ലഡ് സപ്ലൈ ബ്ലോക്ക് ആകുമ്പോൾ ബ്രെയിനിലോട്ടുള്ള ബ്ലഡ് ഫ്ലോ കുറയും.
ഇതിനെയാണ് നമ്മൾ സെറിബ്രൽ ഇഷീമിയ എന്ന് പറയുന്നത്. ബ്ലഡ് സപ്ലൈ കുറയുമ്പം നമ്മുടെ ബ്രെയിനിന് ബ്ലഡ് വളരെ ആവശ്യമായതുകൊണ്ട് ബ്രെയിൻ തന്നെത്താനെ കോമ്പൻസേറ്റ് ചെയ്യാനായിട്ട് തുടങ്ങും. അടുത്തുള്ള ബ്ലഡ് സപ്ലൈയിൽ നിന്നും കൊളാട്രൽ ബ്ലഡ് വെസൽസ് എടുക്കാനായിട്ട്, ന്യൂമറസ് ആയിട്ടുള്ള കൊളാട്രൽ ബ്ലഡ് വെസൽസ് എടുക്കാനായിട്ട് തുടങ്ങും. ഈ ന്യൂമറസ് ആയിട്ടുള്ള കൊളാട്രൽ വെസൽസ് ഒരു പഫ് ഓഫ് സ്മോക്ക് പോലെ അപ്പിയറൻസ് നമ്മുടെ സെറിബ്രൽ ആൻജിയോഗ്രഫിയിൽ കാണിക്കും. പക്ഷേ കൊളാട്രൽ വെസൽസ് എന്ന് പറയുന്നത് വളരെ തിന്നും ഫ്രജൈൽ, കാരണം പെട്ടെന്ന് തന്നെ പൊട്ടിപ്പോകുന്നതുമായിട്ടുള്ള ബ്ലഡ് വെസൽസാണ്. അത് കുറേ നേരം സബ്സ്റ്റെയിൻ ആയിട്ട് ഇരിക്കാത്തത് കൊണ്ട് തന്നെ അത് പൊട്ടുകയും ഒന്നെങ്കിൽ ഹെമറേജ് ആകുകയും അല്ലെങ്കിൽ ഇഷീമിക് ആയിട്ടുള്ള സ്ട്രോക്ക് ഉണ്ടാകാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. ഇതാണ് മോയ ഡിസീസിൻ്റെ പതോഫിസിയോളജി. അടുത്തത് ക്ലിനിക്കൽ ഫീച്ചേഴ്സ്. മോയ ഡിസീസിന് മെയിനായിട്ട് ബ്രെയിനിൻ്റെ ബ്ലഡ് സപ്ലൈ ആണ് തടസ്സപ്പെടുന്നത് കൊണ്ട് സ്ട്രോക്കിൻ്റെ അതേ ലക്ഷണങ്ങളായിരിക്കും മോയ ഡിസീസിനും ഉണ്ടാകുന്നത്. ക്ലിനിക്കൽ ഫീച്ചർ സെയിം ആയിരിക്കും, പക്ഷേ സ്ട്രോക്ക് ഉണ്ടാകാനുള്ള കാരണം നമ്മുടെ മോയ ഡിസീസ് ആയിരിക്കും. TIA, സ്ട്രോക്ക്, ഒരു സൈഡ് തളർന്നു പോവുക, സെൻസറി ഇമ്പയർമെൻറ്റ്, തലവേദന, സീഷേഴ്സ്, സ്പീച്ച് ഡിസ്റ്റർബൻസ്, അതായത് ഒന്നുകിൽ സംസാരിക്കാൻ പറ്റാതാകുക അല്ലെങ്കിൽ സംസാരിക്കുമ്പോൾ സ്ലറിങ് ഓഫ് സ്പീച്ച്, കൊഗ്നിറ്റീവ് ഇമ്പയർമെൻറ്റ് എന്ന് പറഞ്ഞാൽ ഒരു മെമ്മറി ലോസ്, ഷോർട്ട് ടേം ആയിട്ടുള്ളൊരു മെമ്മറി ലോസ്, എഴുതാനായിട്ട് പറ്റുന്നില്ല, അങ്ങനെയുള്ള കാര്യങ്ങളെയാണ് കൊഗ്നിറ്റീവ് ഇമ്പയർമെൻറ്റ് എന്ന് പറയുന്നത്. വിഷ്വൽ ഡിസ്റ്റർബൻസ് എന്ന് പറയുമ്പോൾ കാണുമ്പോൾ ഡബിൾ വിഷന് അല്ലെങ്കിൽ ബ്ലറിങ് ആയിട്ടുള്ള വിഷനൊക്കെ ആയിരിക്കും സിംറ്റംസ് ആയിട്ട് കാണുക. ഗെയ്റ്റ് ആൻഡ് ബാലൻസ്, നടക്കാനുള്ള ബുദ്ധിമുട്ട്, ഒരു സൈഡിലേക്ക് വേയിച്ചു പോവുക, ബാലൻസിൻ്റെ ബുദ്ധിമുട്ടുണ്ടാകുക. വളരെ സിവിയർ ആയിട്ടുള്ള കണ്ടീഷൻ ആണെങ്കിൽ കോൺഷ്യസ്നെസ് തന്നെ നഷ്ടപ്പെടുകയും പയ്യെ ഡെത്ത് സംഭവിക്കുകയും ചെയ്യും. അടുത്തത് ഡയഗ്നോസ് ആണ്. മോയ ഡിസീസ് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? ആദ്യമേ പേഷ്യൻ്റ് ഹിസ്റ്ററി, അതായത് മോയ ഡിസീസ് ആണെന്ന് നമ്മൾ സസ്പെക്റ്റ് ചെയ്യുന്ന പേഷ്യൻ്റ് വരുമ്പോൾ അവരുടെ ഹിസ്റ്ററി എടുക്കുക. നേരത്തെ സ്ട്രോക്കോ കാര്യങ്ങളോ അങ്ങനെ എന്തെങ്കിലും വന്നിട്ടുണ്ടോ, ആദ്യമായിട്ടാണ് ഇത് സംഭവിക്കുന്നത്, വീക്ക്നെസ് ഒക്കെ പണ്ടേ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള ഹിസ്റ്ററീസ് എടുക്കുക. രണ്ടാമത്തത് ക്ലിനിക്കൽ എക്സാമിനേഷൻ, ന്യൂറോളജിക്കലായിട്ടുള്ള എല്ലാ കാര്യങ്ങളും, മസിലിൻ്റെ സ്ട്രെങ്ത്, പവർ, ബാലൻസ് ചെക്ക് ചെയ്യുക, ടെസ്റ്റുകൾ നടത്തി നോക്കുക, അങ്ങനത്തെ ഫിസിക്കലായിട്ടുള്ള എക്സാമിനേഷൻസ് നടക്കുക. അപ്പോൾ ഇത് ന്യൂറോളജി ബേസ്ഡ് ആയിട്ടുള്ളതാണെന്ന് നമുക്ക് മനസ്സിലാക്കി കഴിയുമ്പോൾ ഇമേജ് സ്റ്റഡീസ്, അതായത് MRI, CT പോലുള്ള ഇൻവെസ്റ്റിഗേഷൻസ് നമ്മൾ എടുക്കാനായിട്ട് തുടങ്ങും. അതിൽ MRI ആണെങ്കിൽ സ്ട്രോക്കോ കാര്യങ്ങളോ വന്നിട്ടുണ്ടോ എന്ന് നോക്കും. MRA, അതായത് മാഗ്നറ്റിക് റെസൊണൻസ് ആൻജിയോഗ്രാഫ് എടുത്ത് നോക്കും. അതെടുക്കുമ്പോൾ നമുക്ക് ആർട്ടറീസിൽ നാരോയിങ് ഉണ്ടോ എന്ന് കണ്ടുപിടിക്കാൻ പറ്റും. CT ബ്രെയിൻ എടുക്കുകയാണെങ്കിൽ ഹെമറേജോ സ്ട്രോക്കോ വന്നിട്ടുണ്ടോയെന്നറിയാം. ബേസിക്കായിട്ട് നമുക്ക് മോയ ഡിസീസ് കണ്ടുപിടിക്കുന്നത് സെറിബ്രൽ ആൻജിയോഗ്രഫി ചെയ്യുമ്പോഴാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ സെറിബ്രൽ ആൻജിയോഗ്രഫി എടുക്കുമ്പോഴാണ് നമുക്ക് മോയ ഡിസീസ് തന്നെയാണോ എന്ന് കണ്ടുപിടിക്കാൻ പറ്റുന്നത്. അതെടുക്കുമ്പോൾ ഈ അബ്നോർമൽ ആയിട്ടുള്ള കൊളാട്രൽ വെസൽസിന് ഒരു പഫ് ഓഫ് സ്മോക്ക് അപ്പിയറൻസ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അങ്ങനെ നമ്മൾ സ്റ്റാൻഡേർഡായിട്ട് ഡയഗ്നോസ് ചെയ്യും ഇത് മോയ ഡിസീസ് ആണെന്നുള്ളത്. ഓക്കെ, ഇപ്പോൾ ഇത് മോയ ഡിസീസ് ആണെന്ന് നമ്മൾ കണ്ടുപിടിച്ചു. അടുത്തത് എന്തൊക്കെ മാനേജ്മെൻറ്റ് ചെയ്യാം? ഫസ്റ്റ് മെഡിക്കൽ മാനേജ്മെൻറ്റ്. ഇവിടെ ക്ലോട്ടാണ് ഉണ്ടാകുന്നത് കൊണ്ട് തന്നെ ആൻറ്റി പ്ലേറ്റ്ലെറ്റ് തെറാപ്പി നമ്മൾ തുടക്കും. റിസ്ക് ഫാക്ടേഴ്സ് കുറയ്ക്കാനുള്ള കാര്യങ്ങൾ, ബാക്കി സപ്പോർട്ടീവ് കെയർ, അങ്ങനെയുള്ള മെയിനായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യും. പക്ഷേ മെയിനായിട്ടുള്ള മാനേജ്മെൻറ്റ് സർജിക്കൽ മാനേജ്മെൻറ്റാണ്. സർജിക്കൽ മാനേജ്മെൻറ്റിൽ മെയിനായിട്ട് ഡയറക്റ്റ് ആയിട്ടുള്ള റീവാസ്കുലറൈസേഷനും ഇൻഡയറക്റ്റ് റീവാസ്കുലറൈസേഷനുമാണ്. ഡയറക്റ്റായിട്ട് സർജൻ എവിടെയാണോ ബ്രെയിനിൻ്റെ ക്ലോട്ട് ഉണ്ടാകുന്നത് അവിടുന്ന് മുമ്പെന്ന് വേറൊരു ആർട്ടറിയിലോട്ട് ഒരു ബൈപ്പാസ് ക്രിയേറ്റ് ചെയ്യുന്നതിനെയാണ് ഡയറക്റ്റ് റീവാസ്കുലറൈസേഷൻ എന്ന് പറയുന്നത്. ഇൻഡയറക്റ്റ് റീവാസ്കുലറൈസേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ബ്രെയിനിൻ്റെ സർഫസിൽ നിന്ന് ഒരു ആർട്ടറി എടുത്തിട്ട് അത് നമ്മുടെ ബ്രെയിനിൽ വെക്കുമ്പോൾ, അതായത് അഫക്റ്റ് ചെയ്ത ഭാഗത്ത് വെക്കുമ്പം അവിടെ ഒരു പുതിയ ബ്ലഡ് സപ്ലൈ ഗ്രോ ചെയ്യുകയും ബ്ലഡ് വീണ്ടും ഫ്ലോ ചെയ്യാൻ തുടങ്ങുകയും ചെയ്യുന്ന സർജിക്കൽ മാനേജ്മെൻറ്റിനെയാണ് ഇൻഡയറക്റ്റ് ബൈപ്പാസ് അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് റീവാസ്കുലറൈസേഷൻ എന്ന് പറയുന്നത്. ഈ രണ്ട് കാര്യങ്ങളാണ് മെയിനായിട്ട് സർജിക്കൽ മാനേജ്മെൻറ്റായിട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയുമാണ് മെയിനായിട്ട് മോയ ഡിസീസിനെ കുറിച്ച് നമുക്ക് മെഡിക്കലായിട്ടുള്ള കാര്യങ്ങൾ പറയാനായിട്ടുള്ളത്. ഇനി അടുത്ത സെക്കൻഡ് പാർട്ടിൽ നമുക്കിതിൻ്റെ ഫിസിയോതെറാപ്പി മാനേജ്മെൻറ്റ് പഠിക്കാം. ഇതുപോലുള്ള ഫിസിയോതെറാപ്പി കണ്ടൻസിനായി ഫിസിയോ മാസ്റ്റർ ക്ലാസ് ഫോളോ ചെയ്യുക.